നമസ്കാരം. നമസ്തേ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ദൃശ്യം 3 എന്ന സിനിമയിലെ അഭിനേതാക്കളുടെ അഭിനയത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. ദൃശ്യം 3യിലെ അഭിനേതാക്കളുടെ അഭിനയത്തെ വിലയിരുത്തുന്ന ഒരു വീഡിയോ ആണ് ഇത്. ദൃശ്യം 3യിലെ മുഖ്യ കഥാപാത്രമായ ജോർജ് കുട്ടി, മോഹൻലാലാണ് ജോർജ് കുട്ടിയെ അവതരിപ്പിക്കുന്നത്. ജോർജ് കുട്ടിയെ തന്നെ നമുക്ക് എടുക്കാം. ആദ്യമായിട്ട് മോഹൻലാലാണ് ജോർജ് കുട്ടിയായിട്ട് വരുന്നത്. എപ്പോഴും ഒരു ടെൻഷൻ ഒഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്ത് ടെൻഷൻ കയറി വരികയും മറ്റുള്ളവർ അയാൾക്ക് ടെൻഷൻ ഉണ്ടാക്കുകയും ആ ടെൻഷനെ മറികടക്കാനായിട്ട് അയാൾ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇവിടെയും സംവിധായകനും തിരക്കഥാകൃത്തും ഇത് ഒരുക്കിയിരിക്കുന്നത്. ജിത്തു ജോസഫാണ് ഈ സിനിമയുടെ സംവിധായകൻ. തിരക്കഥാകൃത്തും ജിത്തു ജോസഫ് തന്നെ. ഈ ടെൻഷൻ, അവർക്ക് ആ കുടുംബത്തിന് ടെൻഷൻ ഒഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്താണ് പല പല പ്രശ്നങ്ങൾ. അയാളുടെ മകളെ കല്യാണം കഴിക്കാനായിട്ട് അതിൻ്റെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ അതിന് മുമ്പുണ്ടായിരുന്നു. അയാളുടെ സിനിമ, അയാൾ കഥ എഴുതിയ സിനിമ റിലീസാവുകയും അത് വൻ ഹിറ്റാവുകയും അത് OTTയിലൊക്കെ നല്ല രീതിയിലുള്ള വിൽപ്പനയൊക്കെ നടന്ന് ആ കുടുംബം മൊത്തം സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ടെൻഷൻ കയറി വരുന്നത്. അയാൾക്ക് ടെൻഷൻ കയറി വരുന്നത്. എത്ര പറഞ്ഞിട്ടും എത്ര ആലോചനകൾ വന്നിട്ടും അതൊക്കെ മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അയാളിങ്ങനെ പോകുന്ന സമയത്ത് അയാളുടെ കൂടെ നിന്ന ആൾക്കാർ തന്നെയാണ് അയാളെ ഇത് മുടക്കുന്നത്. അവിടെ മുതലാണ് ശരിക്കും ജോർജ് കുട്ടിയായിട്ട് മോഹൻലാലിൻ്റെ ശരിയായ അഭിനയചാരുത. തുടക്കത്തിലില്ല എന്നുള്ളതല്ല പറയുന്നത്, ശരിക്കും നമുക്കത് എഫക്റ്റീവ് ചെയ്യുന്ന രാജനെ അടിക്കുന്ന സമയത്ത്, രാജൻ്റെ വീട്ടിൽ ചെന്ന് ഒരു സംഘർഷം ഉണ്ടാക്കുന്ന സമയത്ത്, നീ എന്നെ ചതിച്ചു, നീ എന്നെ വഞ്ചിച്ചു, നീ എന്നെ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറയുമ്പോൾ രാജൻ്റെ ഭാര്യയും രാജനും കൂടി പറയുന്നുണ്ട്, ഞങ്ങൾക്കും നിങ്ങൾ വിശ്വാസവഞ്ചന ഞങ്ങളോടും നിങ്ങൾ കാണിച്ചതുകൊണ്ട് ഞങ്ങൾ ആ പ്രതികാരം ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ സൗമ്യയുടെ ആ കഥാപാത്രം, സൗമ്യ എന്ന് പറയുന്ന ആ നടി നമ്മൾ കണ്ടിട്ടുള്ളത് സ്കിറ്റുകളിലൂടെയാണ്. പക്ഷേ നല്ല കഴിവുള്ള, നല്ല അഭിനയിക്കാനായിട്ട് അറിയാവുന്ന, നല്ല മുഖമുള്ള, നല്ല കണ്ണുകളുള്ള ഒരു നടിയാണ് സൗമ്യ എന്ന ഈ നടി. ആ നടി മോഹൻലാലുമായിട്ടൊരു സംഘർഷത്തിൽ ഏർപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ തമ്മിലൊരു സംഘർഷത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ, എഫക്റ്റീവായിട്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. മോഹൻലാലിൻ്റെ അത് കഴിഞ്ഞ് ഞാൻ മറന്നുപോയല്ലോ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഞാൻ ഇവരുടെ കാര്യം മറന്നുപോയല്ലോ എന്നുള്ള കുറ്റബോധമൊക്കെ ഈ ജോർജ് കുട്ടി അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അയാളുടെ മകളുടെ വിവാഹം മുടക്കുന്നത് ഒരു പോലീസുകാരനാണ്. ആ പോലീസുകാരൻ്റെ മകളും ചേർന്നാണ്. അങ്ങനെ അത് ആ വഴിക്ക് പോകുന്നു. അപ്പോൾ ആരാണ് ഈ പോലീസുകാരൻ എന്നുള്ള അന്വേഷണം ചെന്നെത്തുന്നത്? പഴയ പോലീസുകാരൻ സഹദേവൻ തന്നെയാണ് ചെന്നത്. അപ്പോൾ പിന്നെ ടെൻഷൻ കൂടി, അദ്ദേഹത്തിൻ്റെ ജോർജ് കുട്ടി അനുഭവിക്കുന്ന ടെൻഷൻ കൂടി മോഹൻലാലിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ആ കഥാപാത്രത്തിലേക്ക് കൃത്യമായിട്ട് മോഹൻലാലിന് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു വഴിത്തിരിവ് എന്നോണം ഒരു കല്യാണം നടക്കുന്നു. മകളുടെ വിദേശത്തുള്ള ഒരാളാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു. അവിര എന്ന ചെറുപ്പക്കാരനാണ് കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. അവിടെ ഇയാൾ തിരിച്ചറിയുന്നു, ഈ അവിരയും കളക്ടർ പ്രഭാകരനും IG-യും ഒക്കെ ചേർന്ന് തങ്ങളെ പറ്റിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതോടുകൂടി അയാളുടെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി അയാൾ തൻ്റെ മകളെ അടിക്കുന്ന ഒരു രംഗമുണ്ട് അവസാന നിമിഷം. തൻ്റെ മകളെ
അയാൾ അടിക്കുന്ന ഒരു രംഗമുണ്ട്. അച്ഛനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത്. അതൊക്കെ വളരെ വികാര നിർഭരമായിട്ട് തന്നെയാണ് മോഹൻലാൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെ വളരെ വികാരം പൊട്ടിപ്പോകാവുന്ന ഒരു സിറ്റുവേഷനാണത്. അവിടെ മോഹൻലാൽ വളരെ തന്മയത്വത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് തന്നെ മോഹൻലാൽ ആ വേഷം കൈകാര്യം ചെയ്തു, അവിടെ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞ് അവസാന നിമിഷത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം തിരിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, ക്യാമറയ്ക്ക് നേരെ നടക്കുന്നുണ്ട്. അവിടെ വെച്ച് കണ്ണടയ്ക്കുന്നുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വീഴുന്നുണ്ട്. ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ അവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ പെരുമാറി അവരുടെ പ്രകടനങ്ങൾ അവിടെ കാഴ്ചവെച്ചു. മാത്രമല്ല മോഹൻലാലിന് അത് കാഴ്ചവെക്കാനുള്ള ഒരു അവസരം അവിടെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അയാൾ വെറും ഒരു 4ാം ക്ലാസ്സുകാരൻ മന്ദബുദ്ധിയല്ല, അയാൾ വളരെയധികം ബുദ്ധിയുള്ള ഒരാളാണ് എന്നുള്ള കാര്യമാണ് അവിടെ വീണ്ടും തെളിയിക്കപ്പെടുന്നത്. അപ്പോഴും കളക്ടർ പ്രഭാകരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത് മകളെയാണ് വേണ്ടത്. ഇയാൾ കുറ്റം സമ്മതിച്ചു, ഞാനാണിത് ചെയ്തത് എന്നുള്ള കുറ്റം സമ്മതിച്ച് അയാൾ ജയിലിലേക്ക് പോവുകയാണ്. ചില ഡിമാൻഡുകളൊക്കെ വെച്ചതിന് ശേഷം 5 വർഷത്തെ ശിക്ഷയാണ് കിട്ടാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള അതിനുശേഷം അയാൾ ജയിലിലേക്ക് പോകുന്ന അവസാന രംഗം വളരെ ഭംഗിയായിട്ട് തന്നെ മോഹൻലാൽ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കളക്ടർ പ്രഭാകരനാണ്. സിദ്ദിഖ് അവതരിപ്പിക്കുന്ന കളക്ടർ പ്രഭാകരൻ്റെ വേഷമാണ് നമുക്ക് എടുത്ത് ചൂണ്ടിക്കാണിച്ച് പറയാനായിട്ട് ഉള്ളത്. കളക്ടർ പ്രഭാകരന് എത്തുന്നത് ഒരു പ്രതികാര ദാഹത്തോടു കൂടിയാണ് എത്തുന്നത്. എങ്കിലും അയാൾക്ക് ആ പ്രതികാരം കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റിയ ആളുകൾ, അയാൾ കുറേ ബ്രോക്കർമാരെയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ബ്രോക്കർമാരെ സംഘടിപ്പിക്കുന്നു. ഈ സഹദേവൻ എന്ന പോലീസുകാരനെ കയ്യിലെടുക്കുന്നു. അവിര എന്ന കല്യാണം കഴിക്കാൻ പോണ ആ ചെറുക്കനെ തന്നെ അയാൾ കയ്യിലെടുത്ത് ആണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ അയാൾ പറയുന്നുണ്ട്, ഞാൻ വന്നത് വെറുതെ വന്നതൊന്നുമല്ല. അവിടെയാണ് ആ ഭാവമാറ്റം. ആദ്യം പതുങ്ങിയിരുന്ന ആൾ പിന്നീട് ഒരു ഭാവമാറ്റത്തിലേക്ക് വരികയാണ്. ഞാൻ വന്നത് വെറുതെയല്ല, കൃത്യമായിട്ട് എനിക്ക് ആ വീട്ടുകാരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയുകയും, അപ്പോൾ അവിടെ ആ ഭാവമാറ്റം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് IG പറയുന്നത്, നിങ്ങളുടെ ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല, ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല, അയാളൊരു പക്ക ക്രിമിനലാണ്. ഈ സഹദേവൻ, നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന സഹദേവൻ ഒരു ക്രിമിനലാണ് എന്നൊക്കെ പറഞ്ഞത് അറിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അയാളിൽ ഒരു സിദ്ദിഖ് വീണ്ടും അവിടെ ഭാവം മാറുന്നു. ഇതാണ് അഭിനയം എന്ന് പറയുന്നത്. വികാരശ്ച, ഭാവങ്ങളുണ്ടാകുന്നത് വികാരം കൊണ്ടാണ്. ഭാവത്തിൻ്റെയും അഭാവത്തിൻ്റെയും കാരണം വികാരമാണ്. ആ വികാരത്തെ അവിടെ സൃഷ്ടിക്കാനായിട്ട് സംവിധായകനും സാധിച്ചു, തിരക്കഥാകൃത്തിനും സാധിച്ചു, സിദ്ദിഖിനും സാധിച്ചു. അതാണ് അവിടുത്തെ പറയാനുള്ള സിദ്ദിഖിൻ്റെ ആ കഥാപാത്രം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, പിന്നെ ആദ്യം പറഞ്ഞ കാര്യം സൗമ്യയുടെ കാര്യമാണ് പറഞ്ഞത്. മീനയായാലും ഈ സംഘർഷത്തിൽ മീനയും ഒരു ഭഗവക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സംഘർഷത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളിൽ ഒരാൾ സഹദേവനാണ്. ഷാജോണിൻ്റെ കഥാപാത്രമാണ്, സഹദേവൻ്റെ കഥാപാത്രമാണ് കലാഭവൻ ഷാജോണിൻ്റെ കഥാപാത്രമാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഷാജോൺ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം വേണ്ടെടുത്ത് ക്രൂരത വേണ്ടെടുത്ത് ക്രൂരത ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരാൾ കളിയല്ല, പകരം തിരക്കഥയുടെയും സംവിധാനത്തിൻ്റെയും കൂടെ മികവ് വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. അദ്ദേഹം വളരെ ക്രൂരനായിട്ടുള്ള ഒരു അച്ഛനായിട്ട്, അല്ലെങ്കിൽ ക്രൂരനായിട്ട് പ്രതികാരം ചെയ്യാനായിട്ട് വന്ന ഒരാളായിട്ട് അയാൾ മാറുകയാണ് ഷാജോണിൻ്റെ കഥാപാത്രം എന്ന് സഹദേവൻ. നമുക്കറിയാം, പഴയ പോലീസുകാരൻ സഹദേവൻ. ആ സഹദേവൻ പോലീസുകാരൻ്റെ വേഷത്തിലൊക്കെ വന്നിട്ടാണ്, അതായത് പാൻസും ഷർട്ടും ഷൂവും ഒക്കെ പോലീസുകാരുടെ വേഷത്തിൽ വന്നിട്ടാണ് ക്യാൻസറായിട്ട് മരിക്കാൻ കിടക്കുന്ന ശ്രേയയുടെ അച്ഛനെ കൊല്ലാനായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്. കൊല്ലാനല്ല, രഹസ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു കാര്യം. പിന്നെ സൈക്കാട്രിസ്റ്റ് മാഡത്തിനെ ഫയൽ മേടിക്കാൻ വേണ്ടി, ഫയലിൽ തിരുത്തുകൾ വരുത്താൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്ന, നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രേക്ഷകന് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമെന്ന്, അല്ലെങ്കിൽ പ്രേക്ഷകൻ അനുഭവിക്കുന്ന ഒരു കാര്യം ആ ക്രൂരത. തൻ്റെ ജീവിതം നശിപ്പിച്ച കുടുംബത്തിനോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ആ ക്രൂരതയല്ല നമുക്ക് മനസ്സിലാവുന്നത്, അയാളുടെ ആ വ്യക്തിയുടെ ക്രൂരത. അതുകൊണ്ടാണ് IG പറഞ്ഞത്, ഇയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരാളല്ല, കൈവിട്ടു പോകും എന്ന് പറഞ്ഞപ്പോഴാണ് കളക്ടർക്ക് അത് മനസ്സിലാവുന്നത്. കളക്ടർക്ക് അപ്പോഴും മനസ്സിലായില്ല. അവസാന നിമിഷമാണ് കളക്ടർ എന്ന് പറയുന്നത്. ഇനി എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ പുറകെ വന്നാൽ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടാണ്
കളക്ടറുടെ അടുത്ത് നിന്നും ജോർജ് കുട്ടി പിൻവാങ്ങുന്നത്. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങൾ, ഷാജോ, മോഹൻലാലിൻ്റെ ജോർജ് കുട്ടി, ഷാജോൻ്റെ സഹദേവൻ, സിദ്ദിഖിൻ്റെ കളക്ടർ പ്രഭാകരൻ, ഈ 3 പേരുമാണ് നല്ല അടിപൊളിയായിട്ട് നല്ല അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ആ ഭാവമാറ്റം അത് ഉണ്ടാക്കാനായിട്ട് നടന് മാത്രമേ കഴിയുള്ളൂ. അത് സംവിധായകന് പറഞ്ഞു കൊടുക്കാനാണ് സാധിക്കുകയുള്ളൂ. പക്ഷേ അത് സൃഷ്ടിക്കേണ്ട ആൾ നടൻ തന്നെയാണ്. ആ നടന് ഈ നടന്മാർക്ക് അവിടെ സാധിച്ചു. മീനയുടെ കഥാപാത്രത്തിൽ മീനയ്ക്ക് ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് ദൃശ്യം 1 പോലെ ഒന്നും വരുത്തേണ്ട കാര്യമില്ല. ഇവിടെ ടെൻഷൻ മുഴുവൻ അനുഭവിക്കുന്നത് ജോർജ് കുട്ടിയാണ്. ടെൻഷൻ അനുഭവിക്കുന്നത്. പിന്നെ സൗമ്യ നല്ല ഭാവിയുള്ള ഒരു നടി തന്നെയാണ്. എന്തുകൊണ്ടാണ് സൗമ്യനെയും മായേനെയും പോലെയുള്ള, മായാകൃഷ്ണനെയും പോലെയുള്ള ആളുകൾക്ക് നമ്മുടെ ബിഗ് സ്ക്രീൻ അവസരങ്ങൾ കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ അത് നമ്മളല്ല അതിന് ഉത്തരം പറയേണ്ടത് സിനിമാക്കാർ തന്നെയാണ്. ഒരുപക്ഷെ കഥാപാത്രങ്ങൾ വരാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന കഥാപാത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ സന്ദീപ് ബാലകൃഷ്ണൻ്റെ മുൻ കാമുകിയായിട്ട് വരുന്നുണ്ട്, സൗമ്യ വരുന്നുണ്ട്. സൗമ്യയ്ക്കൊക്കെ നല്ല അഭിനയം കാഴ്ചവെക്കാനുള്ള കഴിവുള്ള ആൾ തന്നെയാണ്. കാരണം മോഹൻലാലിൻ്റെ അടുത്ത് വന്ന് നിന്ന് മോഹൻലാലായിട്ടല്ലോ ജോർജ് കുട്ടിയായിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും മോഹൻലാൽ ജോർജ് കുട്ടിയാണെങ്കിൽ ഒരു പുതിയ ഒരു അഭിനേതാവിനെ അല്ലെങ്കിൽ ഒരു അഭിനേത്രിയെ സംബന്ധിച്ച് മോഹൻലാൽ തന്നെയാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ അഭിനേതാക്കളെക്കുറിച്ച് ഉള്ള ഈ വിശകലനത്തിൽ എനിക്ക് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ളത്.